ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫ്രണ്ടിൽ നമ്മൾ ബട്ടണൊക്കെ വെച്ചിട്ട് ഒരു ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ്. അത് എലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ അതൊരു ഡിസൈനർ കുർത്തിയും കൂടാണ്. അപ്പം ഇതിനായിട്ട് ഞാൻ 2.5 മീറ്റർ ഫാബ്രിക് ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ഇതേപോലെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ഫാബ്രിക് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന് ബോർഡർ വെക്കുന്നുണ്ട്. സ്ലീവിനും നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ഒരു ബോർഡറുണ്ട്. അപ്പോൾ അതിന് ഈ ഫാബ്രിക്കിൽ നിന്നാണ്. ഈ ഫാബ്രിക്ക് ഇതൊത്ത് കുറേ ഉണ്ട്, ഇത്രയും വേണ്ട, 1 മീറ്റർ മതിയേ. എൻ്റെ കട്ടിങ്ങിലേക്ക് ഫാബ്രിക്ക് നമ്മൾ 4 ഫോൾഡായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. ലെങ്ത് ഒന്ന് കാണിക്കാം. ഈ കുർത്തിക്ക് ഞാൻ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. താഴെ 40 ഇഞ്ച്. ഇനി എന്നിട്ട് നമുക്കിതിനകത്തിൽ ബാക്കി അളവ് ഷോൾഡർ 6.5 ഇഞ്ച് ഷോൾഡർ, അവിടുന്ന് താഴോട്ട് ആം ഹോൾ ലെങ്ത് 6.5 ഇഞ്ച്. എന്നിട്ട് അതൊരു ലൈനായിട്ടങ്ങ് വരയ്ക്കും. എന്നിട്ട് ഈ സൈഡിൽ ഒന്ന് അളന്ന് നോക്കണം 6.5 ഇഞ്ച് തന്നെയാണോ കറക്റ്റ് എന്ന്. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചരിവ് വരുമല്ലോ. പിന്നെ നമുക്കുള്ളത് ചെസ്റ്റ് എൻ്റെ 40 ഇഞ്ച് ആ ചെസ്റ്റ്, അതിൻ്റെ 4/1 10, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ നമുക്കുള്ളത് വേസ്റ്റിൻ്റെ ലെങ്ത് 14 ഇഞ്ച്. ഈ ഭാഗത്തും നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് 14 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. വരച്ചു. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ 8.5 ഇഞ്ച്, അവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് 10.5 ഇഞ്ച്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ലെങ്താണ്. ഹിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ച്. അത് 2 സൈഡിലും നമുക്ക് 21 ഇഞ്ചെന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് അതും നമുക്കൊരു ലൈനായിട്ടങ്ങ് വരയ്ക്കാം. എന്നിട്ട് ഇവിടുത്തെ ഹിപ്പെന്ന് പറയുന്നത് ഹിപ്പിൻ്റെ 4/1 എന്ന് പറയുന്നത് 11 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 13 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചല്ലേ, അതിൻ്റെ ഹാഫ് എടുക്കണം, 3.25 ഇഞ്ച്. ഇനി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് വരയ്ക്കണം നമ്മുടെ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വളയ്ക്കാൻ, ഒത്തിരി വളഞ്ഞു പോകാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ മാർക്കെല്ലാം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു. ഇനി ഇത് ഞാൻ എലൈൻ കുർത്തിയാന്ന് പറഞ്ഞല്ലോ. ഇനി എന്നിട്ട് നമ്മുടെ ഈ ഹിപ്പിൻ്റെ അവിടുന്ന് അങ്ങേ അറ്റത്തോട്ട് നമുക്കൊരു ലൈൻ, അങ്ങേ അറ്റത്തൂന്ന് നമ്മളിവിടെ വരെ കൊണ്ടുവന്ന് ഈ ലൈൻ വരച്ചല്ലോ, അവിടുന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമ്മുടെ താഴ്വശമാണ് ഇത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതൊന്ന് വരയ്ക്കണം. എന്നു വെച്ചാൽ നമുക്കിവിടെ തൂങ്ങി കിടക്കാതിരിക്കാനാണ്. നമുക്കിത് കട്ട് ചെയ്യേണ്ട പീസാട്ടോ. ഇത് മുറിച്ചെടുത്തപ്പം ഇത്രയും പീസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അത് നോക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഇങ്ങേ അറ്റം വരെ എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ ലൈൻ വരച്ചിട്ട് അവിടുന്ന് ഒരു 3 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ റൗണ്ടേ ഒന്ന് ഷേപ്പ് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ച്, ബാക്ക് നെക്ക് 5 ഇഞ്ച്. എന്നിട്ട് ഇവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ലൈനായിട്ടാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഒരു ബോക്സാക്കി വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റും. അതിന് ആം ഹോൾ കർവ് നല്ലതാണേ. കണ്ടോ,
നമ്മളിങ്ങനെ വെച്ച് നെക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആം കുഴിച്ച് വരയ്ക്കണം. നമ്മൾ ആം ഹോളും കുഴിച്ച് വരച്ചു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ലെവലായിട്ട് നല്ലതായിട്ട് ഇടണേ. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ബാക്കിൻ്റെ നെക്കല്ലേ, ഈ ബാക്കിൻ്റെ നെക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്തെ ഒരു പീസ് ഒന്ന് മാറ്റണം. ബാക്കി മാറ്റിയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അതേപോലെ ഫ്രണ്ടിൻ്റെ ആം ഹോളും കട്ട് ചെയ്യണേ. ബാക്കി വന്ന തുണിയിൽ സ്ലീവിന് നമ്മൾ കട്ട് ചെയ്യണേ. ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 4 ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ്, ഇത് ഓപ്പൺ ആയ ഭാഗം. എന്നിട്ട് നമുക്കൊന്ന് സ്ലീവ് കട്ട് ചെയ്യാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് 9 ഇഞ്ചാണ് എടുക്കുന്നത്. താഴെ സ്ലീവിനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്, നമ്മൾ അതുകൊണ്ടാണ് 9 ഇഞ്ച് എടുക്കുന്നത്. 9 ഇഞ്ച് സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത്, അതും 9 ഇഞ്ച്. താഴോട്ട് നമ്മൾ 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം. ഹാഫ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് നേരെ വന്നിട്ട് ഇങ്ങനെ ചരിച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ സ്ലീവിന് ചെയ്യുന്ന പോലെ ഇവിടെ വന്നിട്ട് ഈ മാർക്കിലേക്ക് മുട്ടുക. എന്നിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ തയ്യൽ തുമ്പുണ്ട് 2 ഇഞ്ച്. എന്നിട്ട് സ്ലീവിൻ്റെ താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ച് അവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. തയ്യൽ തുമ്പും നമ്മുടെ യഥാർത്ഥ സ്ലീവിൻ്റെ ഇതെല്ലാം തമ്മിലൊന്ന് നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടി ഒരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് സ്ലീവിൻ്റെ താഴെ നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ആ ബോർഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിതൊന്ന് ലൈൻ വരയ്ക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്ത് നമുക്ക് വെക്കാനാണ്, ഇതങ്ങ് കട്ട് ചെയ്യാം. ഈ കുർത്തയുടെ അടിഭാഗത്ത് വെക്കാൻ ഞാൻ ഇതേപോലെ ആ ഫാബ്രിക് 1 മീറ്ററിൻ്റെ ഫാബ്രിക് എടുത്താൽ മതി. എന്നിട്ടത് കിട്ടുന്ന പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതിപ്പോൾ 4ആയിട്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി വെച്ചിട്ട് അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് താഴെ ബോർഡർ വെക്കാനായിട്ട് 9 ഇഞ്ച് ബോർഡറിന് കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ച്. അപ്പോൾ നമുക്കിത് തയ്ച്ച് വരുമ്പോൾ ടോട്ടൽ ഒരു 46 ഇഞ്ചോളം ലെങ്ത് നമ്മുടെ കുർത്തിക്ക് കാണും. അതിനാണ് ഇത്രയും വലിയ ബോർഡർ എടുക്കുന്നത്. 9 ഇഞ്ച് ബോർഡറും കൊടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ താഴത്തെ ബോർഡർ നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞല്ലോ, അതിനൊരു 2 ഇഞ്ച് നമ്മൾ ഓരോ പീസായിട്ട് എടുക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് വേണം. അപ്പോൾ ഇത് ഞാനതങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കും. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇത് മുറിച്ച് മാറ്റാമല്ലോ. അപ്പം താഴെ വരെ നമുക്ക്
വെക്കേണ്ടതുകൊണ്ട് ഇച്ചിരി നീളത്തിലുള്ള 2 ഇഞ്ച് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഇതിന് വേണ്ടി ഒരു 3 ഇഞ്ചിൻ്റെ ഒരു പീസും എടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ചിൻ്റെ പീസ് എന്തിനാണെന്ന് ഞാൻ പറയാമേ, സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറയാം ഈ 3 ഇഞ്ചിൻ്റെ പീസ് എന്തിനാണ്. അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അത് നമ്മളൊന്ന് കട്ട് ചെയ്യാം. ഓരോ പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കാം. നമുക്ക് നെക്ക് മറിച്ചിടാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ 11 ഇഞ്ചുണ്ട്. 5.5 ഇഞ്ച് നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് അങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടും, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് വിട്ട് 3 ഇഞ്ച് അങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടും എടുത്തിട്ട് നമ്മുടെ നെക്ക് ഇതിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ ഇത് ഫ്രണ്ട് പീസിന്, അതേപോലെ ബാക്ക് പീസിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ കാണുക. സെൻറ്റർ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് അങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനുള്ള തുണിയാണ്. ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്കിനുള്ള പീസ് നമ്മളിങ്ങനെ നിവർത്തിയിട്ടു. നല്ല വശത്തിൻ്റെ മുകളിലോട്ട് ഈ കുർത്തിയുടെ ഇത് നല്ല വശവും കൂടെ വെച്ചിട്ട് 4 ഇഞ്ചിൽ ഇങ്ങനെ റൗണ്ട് 4 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കണം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. പറ്റ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്ക് ഓരോ കട്ടിങ് കൊടുക്കാം. ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് നമുക്ക് ഓരോ കട്ടിങ്ങിന് കൊടുക്കണം. ബാക്ക് നെക്ക് അടിക്കാൻ വേണ്ടി ഇതേപോലെ നെക്ക് അടിച്ച് മാറ്റിക്കുന്ന തുണി ഞാനിങ്ങനെ നിവർത്തിയിട്ട് ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മണ്ടയിൽ നമ്മുടെ ബാക്കിൻ്റെ നല്ല പീസിൻ്റെ നല്ല വശം കൊണ്ട് വെക്കാം. വെച്ചിട്ട് നമുക്ക് 4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഓരോ ഇഞ്ച് ഇടവിട്ട് ഓരോ കട്ടിങ്ങുകൾ കൊടുക്കണേ. ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മൾ ഓരോ കട്ടിങ്ങുകൾ കൊടുക്കണം. ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റ്. ഇതിപ്പം നമ്മുടെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ ഒരു ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പം കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ 2 ഇഞ്ചിൻ്റെ പീസ്, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ 4 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിടുക. 4 ഇഞ്ചിൽ സ്റ്റിച്ച് കൊടുത്തിട്ട് തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ നമുക്ക് വേണേൽ ഒരു പൈപ്പിങ് കൊടുക്കാം. തിരിച്ച് നമ്മൾ അങ്ങോട്ട് മറിച്ചിടുമ്പോൾ വേണേൽ നമുക്കൊരു പൈപ്പിങ് പോലെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മറിച്ച് തന്നെ അങ്ങ് ഇടാം. ഇതേപോലൊരു തുണി വെച്ചിട്ട് അതേപോലെ മറ്റേ വശവും നമുക്ക് ഇതേപോലെ 2 പീസും എടുത്തിട്ട് 4 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടണം. ഫ്രണ്ടിൻ്റെ 2 പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നേരിയതായിട്ട് ഒരു പൈപ്പിങ് പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി എന്നിട്ട് നമ്മൾ 3 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കണമെന്ന് പറഞ്ഞില്ലേ, ആ പീസ് ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തോട്ട് ഈ പീസ് വെക്കുക. ഫ്രണ്ട് പീസിൻ്റെ ഒരു ഭാഗം വെക്കുക. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറ്റേ ഭാഗവും അതിനോട് ചേർന്ന് തന്നെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 2 പൈപ്പിങ് പോലെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ അടിയിൽ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ്. അങ്ങനെ താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഇത് എവിടെ വരെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മേളിൽ നിന്ന് താഴോട്ടൊരു 30 ഇഞ്ച്
30 ഇഞ്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ബാക്കി ഭാഗം നമ്മൾ ഓപ്പണായിട്ട് തന്നെ ഇടണം. ഇവിടുന്ന് ടേപ്പിന് താഴോട്ട് 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരും. ഇവിടെ വരെ നമ്മൾ തയ്ക്കുക. പൈപ്പിങ് വെച്ചിട്ട് അടിയിൽ ക്രോസ് പീസ്, അടിയിൽ പീസും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയിൽ രണ്ടും കൂടെ തയ്ക്കുക. തയ്ച്ചിട്ട് ബാക്കി നമ്മൾ ഓപ്പണായിട്ടിടുവാണ്. ഈ 30 ഇഞ്ച് വരെ തയ്ച്ചിട്ട് ബാക്കി നമ്മൾ ഓപ്പണായിട്ട് തന്നെ ഇടുക. ഫ്രണ്ട് പീസ് മുഴുവൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ നെക്ക് അടിച്ച് മറിക്കാൻ ഒരു തുണി എടുത്തിട്ടുണ്ടല്ലോ, അതിനകത്തിൽ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ അതേ അളവിൽ നെക്ക് വരച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. 1/4 ഇഞ്ചിൽ ഈ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/4 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ നെക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഇതിലേക്കൂടെ 1/4 ഇഞ്ചിൽ നമ്മൾ റൗണ്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ഫ്രണ്ടിൻ്റെ ഷോൾഡർ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ബാക്കിൻ്റെ ഷോൾഡറും കൂടെ വെച്ചിട്ട് എന്നിട്ട് ഈ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ച് ചെയ്ത ലൈന് കറക്റ്റ് വരുന്ന പോലെ പിടിച്ചിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്യും. നമ്മൾ ഇനി സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അടിയിൽ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ആ നല്ല വശത്തിലോട്ട് നമ്മൾ ബോർഡർ വെക്കുന്ന പീസിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് മടക്കിയെടുക്കണം. 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി അടിഭാഗം ഒന്ന് മടക്കി അടിക്കുക. ബാക്ക് ഭാഗവും പിന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെയൊക്കെ ഭാഗം നമ്മൾ ഇതുപോലെ അടിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പിന്നെ ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ട് നല്ല വശവും വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം, 1/2 ഇഞ്ചിൽ ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യണം. അപ്പം 2 സ്ലീവും അങ്ങനെ നമ്മൾ സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എടുക്കുക, അത് 6 ഇഞ്ച്. പിന്നെ ചെസ്റ്റ് 20 ഇഞ്ച്, 10 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ്. 4 എന്ന് പറയും 10 ഇഞ്ച്, അങ്ങനെ 20 ഇഞ്ച്. പിന്നെ വേസ്റ്റ് ആണെങ്കിൽ 17 ഇഞ്ച്, 8.5 ഇഞ്ചാണ് ഒരു വശത്തെ. കാൽഭാഗം ഫുൾ ചെസ്റ്റിൻ്റെ കാൽഭാഗം 8.5, അപ്പോൾ അത് 17. പിന്നെ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എടുത്തിട്ട് നമ്മുടെ കറക്റ്റ് വേസ്റ്റും അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യണം, കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ കുർത്തിയുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. നമ്മൾ ഇതുപോലെയുള്ള പോട്ട്ലി ബട്ടണല്ല, ബട്ടൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ തന്നെ ബട്ടൺ നമ്മളിതുപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ 3/4 സ്ലീവാണ്. അതേപോലെ ഇവിടെ സെൻറ്ററിൽ ഇത്രയും ഒരു കട്ടിങ് വരുന്നുണ്ട്. എന്നിട്ട് ബാക്കിൽ വിലയും ഫ്രണ്ടിൽ വിലയും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.